Sessions. We are back after 2 weeks of gap due to some holidays and all. Anyway, I welcome all of you to OET Writing Live Session from Tiju Sir Academy with me, Rajisha. Okay, so let us wait a few seconds for our students to join. Okay. Yes, our students started joining. Siji, Simi, everyone is with us. Good afternoon and welcome to our live session. Good afternoon, Shelby, Johnny. Hope all of you are doing good. Okay. So in the previous session, we have dealt with connectors in OET writing, and I got many messages from many students telling that it was a very useful one. And you are really benefiting from our live session. So happy to hear that. Okay. Yes, Deepthi, Joby, Jeannie, Sophie, Jomol, Suni Thomas, GB Thiruvalla. Good afternoon to everyone. And many students after the last live session has asked for a case note with many dates, multiple dates. So today I am planning to deal with a case note where we have to deal with incidents happened in multiple dates and how to organize such a case note. Okay. Good afternoon, Nimmi. Okay. Organization matters in such case notes. അങ്ങനത്തെ കേസ് നോട്ടുകൾ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നൊരു ഡൗട്ട്. ഓക്കെ, സോ നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് വി വിൽ ഹാവ് എ ഗ്ലിംസ് ഓഫ് അവർ കേസ് നോട്ട് ആൻഡ് ദ ഡേറ്റ്സ് വിച്ച് ആർ മെൻഷൻഡ് ഇൻ ദ കേസ് നോട്ട്. ലേറ്റർ ഓൺ ഐ വിൽ ഡിസ്കസ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഓഫ് ഓർഗനൈസിങ് ദ കേസ് നോട്ട്. ദെൻ യു ടെൽ മീ നമ്മുടെ ഇന്നത്തെ കേസ് നോട്ട് നമുക്ക് ഇതിലേത് രീതിയിൽ ഓർഗനൈസ് ചെയ്യാമെന്ന്. ഓക്കെ, അങ്ങനെ കൊണ്ടുപോകാം ഇന്നത്തെ ഡിസ്കഷൻ. ഓക്കെ, സോ ലെറ്റ് us മൂവ് ഓൺ ടു അവർ കേസ് നോട്ട്. ഗുഡ് ആഫ്റ്റർനൂൺ അശ്വനി. ഓക്കെ, okay, let's move on to our today's case note. As always, see the write-in task. Using the information given in the case note, write a letter of referral to Dr. Jeremiah George at the Royal Alfred Hospital, Neyland Drive, NSW 0811. Okay, so നമ്മുടെ write-in taskil തന്നെ type of letter തന്നിട്ടുണ്ട്. It's a referral letter. Hi, good afternoon, Leha. I'm doing good. And what about you? So it is a referral letter to doctor. Okay, so നമ്മൾ ഒരു റൈറ്റിംഗ് ടാസ്ക് വായിക്കുമ്പോൾ തന്നെ റീഡറിനെ മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യണം, എന്തായിരിക്കണം പർപ്പസ് എന്നുള്ളതിൻ്റെ ഒരു പ്രൈമറി വ്യൂ മനസ്സിൽ കൊണ്ടുവന്നിരിക്കണം. നമുക്ക് ഉറപ്പിക്കാൻ പറ്റുകയില്ല, എന്നാലും ഏകദേശം എന്താണെന്നുള്ളൊരു ധാരണ നമുക്ക് ആദ്യം എടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഡോക്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഡോക്ടേഴ്സിന് എഴുതുന്ന പർപ്പസ് വേർഡ്സ് അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ആണല്ലോ. അപ്പം അതിനെ സംബന്ധിച്ചായിരിക്കാം ചിലപ്പോൾ ഫോളോ അപ്പിനായിട്ട് ആവശ്യപ്പെടാറുണ്ട്. ഇപ്പോൾ GPക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈവൻ ഡോക്ടറാണെങ്കിലും ഫോളോ അപ്പിന് ഫർദർ മോണിറ്ററിങ്ങിനൊക്കെ എന്ത് ചെയ്യാം, എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുക. എന്നിട്ട് കേസ് നോട്ട് ഒന്ന് വായിച്ചതിന് ശേഷം മാത്രം ഉറപ്പിക്കാവുള്ളൂ. ഓക്കെ, സോ a doubt, introductional due to or owing to or secondary to എന്താണ് എഴുതേണ്ടത്, എപ്പോഴാണ് എഴുതേണ്ടതെന്നാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? നമ്മൾ ഡ്യൂ ടു സെക്കൻഡറി ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഡ്യൂ ടു നമ്മൾ ഒരു നെഗറ്റീവ് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡ്യൂ ടു ഉപയോഗിക്കും. അതേസമയം ഒന്ന് കാരണം ഒരു പോസിറ്റീവാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ഓയിങ് ടു ഉപയോഗിക്കും.
ഒന്നിനെ തുടർന്ന് മറ്റൊരു കണ്ടീഷനാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ സെക്കൻഡറി ടൂവുമാണ് ഉപയോഗിക്കുന്നത്. അപ്പം പലർക്കും അറിയാത്തൊരു കാര്യം, അല്ലെങ്കിൽ പലരും ഡ്യൂ ടു എഴുതുന്നിടത്ത് ഓയിങ് ടുവും ഓയിങ് ടു എഴുതുന്നിടത്ത് ഡ്യൂ ടുവും അത് മാറി മാറി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇന്ന് മുതൽ ശ്രദ്ധിച്ചോണം, ഒരു നെഗറ്റീവ് കോൺസിക്വൻസ് ആയിരിക്കും എപ്പോഴും ഒരു ഡ്യൂ ടു കഴിഞ്ഞിട്ടുള്ള സെൻറ്റൻസിൽ വരുന്നത്. അതേസമയം ഒരു പോസിറ്റീവിനെയാണ് നമുക്ക് ഇംപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ ഓയിങ് ടു ആണ് ഉപയോഗിക്കേണ്ടത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഹീ ഹാസ് ഇംപ്രൂവ്ഡ് മൊബിലിറ്റി ഓയിങ് ടു ഫിസിയോതെറാപ്പി. ഓക്കെ, അതേസമയം ഇപ്പം ഓയിങ് ടു എഴുതാതെ പലരും കുട്ടികൾ എഴുതി കാണാറുള്ളത് ഹി ഹാസ് ഇംപ്രൂവ്ഡ് മൊബിലിറ്റി ഡ്യൂ ടു ഫിസിയോതെറാപ്പി എന്ന് എഴുതി കാണാറുണ്ട്. അപ്പം ഇംപ്രൂവ്ഡ് മൊബിലിറ്റി എന്നുള്ളതൊരു പോസിറ്റീവാണ്, ഫിസിയോതെറാപ്പി എന്നുള്ളതും എന്താണ്, പോസിറ്റീവാണ്. അപ്പോൾ അവിടെ നമുക്ക് ഡ്യൂ ടു ഉപയോഗിക്കാനായിട്ട് പറ്റുകയില്ല. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓയിങ് ടു ആണ്. ഓക്കെ, അതേസമയം ഹി ഹാസ് റെസ്ട്രിക്റ്റഡ് മൊബിലിറ്റി ഡ്യൂ ടു ദ ആംപുട്ടേഷൻ എന്നാണ് പറയേണ്ടത്, അല്ലെങ്കിൽ ഡ്യൂ ടു ദ സർജറി, അങ്ങനെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ആണെങ്കിൽ അവിടെ ഡ്യൂ ആണ് എഴുതേണ്ടത്. അപ്പോൾ അവിടെ ഇംപെയർഡ് മൊബിലിറ്റി അല്ലെങ്കിൽ ഇംപെയർഡ് മൊബിലിറ്റി ഡ്യൂ ടു സ്ട്രോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ ഇംപെയർഡ് മൊബിലിറ്റി ഒരു നെഗറ്റീവാണ്, ഈ സ്ട്രോക്ക് എന്ന് പറയുന്ന കണ്ടീഷനും എന്ത് തന്നെയാണ്, നെഗറ്റീവാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവിനെ കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡ്യൂ ടു എഴുതുന്നത്. ഇനിയും സെക്കൻഡറി ടു എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അത് തന്നെയുണ്ട്, അതിനെ തുടർന്ന് വന്നു എന്നുള്ളതാണ് വരുന്നത് കേട്ടോ. ഇപ്പം ഒരു ഒരു അൾസർ ഡെവലപ്മെൻറ്റ് സർജിക്കൽ സൈറ്റിലാണെങ്കിൽ ഹി ഹാസ് ആൻ അൾസർ സെക്കൻഡറി ടു എന്തായിരുന്നു ആ സർജറിയുടെ പേര് നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ 3 വാക്കുകൾ ഉപയോഗിക്കാറുള്ളത്. ഹോപ്പ് ഇറ്റ് വാസ് ക്ലിയർ ഫോർ അവർ student or particular that person who has asked. Okay, ഇനി എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ just comment here, I will give clarification. Okay, so let's move on to our task today. So our reader today is Dr. Jeremiah George. Address താഴെ Royal Alfred Hospital, Neyland Drive. Next line NSW 0811 എന്നാണ് അഡ്രസ്സ് വരുന്നത്. So let's see for whom has our doctor wants to give the management. Okay, so moving on to the patient details. Read the case note below and complete the writing task. Patient's name Mrs. Isabella Radwan, female patient ആണ്. Date of birth തന്നിട്ടുണ്ട് 5th January 1965. So the reference line details are given. Mrs. Isabella Radwan, one finger gap, DOB 5 January 1965 എന്നുള്ളതാണ് എന്ത് വരേണ്ടത്, റെഫറൻസ് ലൈൻ വരുന്നത്. ഇൻ സോഷ്യൽ ഹിസ്റ്ററി, മാരീഡ് വിത്ത് 2 children. So she is a married lady and she has 2 children. Heavy smoker, drinks alcohol occasionally. സോ ഹെവി സ്മോക്കർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സോഷ്യലിൽ നമ്മളത് എങ്ങനെ സെൻറ്റൻസ് ആക്കുന്നു എന്ന് കമൻറ്റ് ചെയ്യണം. നമ്മൾ സോഷ്യൽ എഴുതുകയാണ്. അപ്പം മിസ്സസ് റാഡ്വാൻ ലിവ്സ് വിത്ത് ഹെർ ഹസ്ബൻഡ് ആൻഡ് 2 children എന്നെഴുതുന്നു. അടുത്തത് സോഷ്യലി ഹെവി സ്മോക്കർ എന്നുള്ളതിൽ നിന്നും എങ്ങനെ സെൻറ്റൻസ് ആകുമെന്ന് ജസ്റ്റ് കമൻറ്റ്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ സ്വപ്ന. ആൻഡ് ഡ്രിങ്ക്സ് ആൽക്കഹോൾ ഒക്കേഷണലി. പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, ട്യൂബർ ligation 9 years ago. And menstrual history, menarche at the age of 12, menstruation normal flow, period regular, 3/28 cycle ആണ്. And family history regarding no family of breast disease. ഇപ്പം നോ ഫാമിലി ഓഫ് ബ്രസ്റ്റ് ഡിസീസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കണം കിട്ടിയിട്ടുണ്ടായിരിക്കുന്നത്. സോ ലെറ്റ് സി. ഹോപ്പ് the patient's initial details are clear for you, and please comment me how you will make a sentence for the statement given heavy smoker. How will you create the sentence? So here she drinks. See, the patient is a female and do not use he. Okay, she Anna. Someone has given a comment like he has drinks occasionally. She. ആൻഡ് ഡ്രിങ്ക്സ് എന്നുള്ള വാക്ക് നമ്മൾ OET റൈറ്റിങ്ങിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ OET റൈറ്റിംഗ് ബീങ് ഫോർമൽ വൺ, എപ്പോഴും ശ്രദ്ധിക്കുക ഫോർമലായിട്ടുള്ള വൊക്കാബ്സ് ഉപയോഗിക്കാനായിട്ട്.
ഇപ്പോൾ ഡ്രിങ്ക് എന്നുള്ള വാക്കിന് നമ്മൾ ഫോർമലായിട്ട് കൺസ്യൂംസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഷീ കൺസ്യൂംസ് ആൽക്കഹോൾ ഒക്കേഷണലി എന്നാണ് അത് വരേണ്ടത്. പിന്നെ ഹാസ് ആണെന്നുണ്ടെങ്കിൽ എസ് ഫോം അല്ല വരേണ്ടത്, V3 ആണ്. ഷീ ഹാസ് കൺസ്യൂംഡ് ആൽക്കഹോൾ ഒക്കേഷണലി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഷീ കൺസ്യൂംസ് എന്ന സിമ്പിൾ പ്രസൻറ്റ് പെർഫെക്റ്റിലാണെങ്കിൽ ഹാസ് കൺസ്യൂംഡ് എന്നാണ് വരേണ്ടത്. ഇനിയും ആ ഹെവി സ്മോക്കർ എന്നുള്ളത് എങ്ങനെ സെൻറ്റൻസ് ആവും എന്നുള്ളതും കൂടി പ്ലീസ് കമൻറ്റ് ബിലോ. ഓക്കെ, ലിറ്റിൽ ജെംസ് എന്നാണ് പേര്. ഷീ ഈസ് എ ഹെവി സ്മോക്കർ എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇസ് ഇറ്റ് പോസിബിൾ ഫോർ us ടു റൈറ്റ് ലൈക്ക് ദാറ്റ്? ഹീ അല്ലെങ്കിൽ ഷീ ഈസ് എ സ്മോക്കർ അല്ലെങ്കിൽ ഹെവി സ്മോക്കർ എന്ന് എഴുതുമോ? ഓക്കെ, അടുത്തത് ഷീ ഹാസ് എ ഹാബിറ്റ് ഓഫ് ഹെവി സ്മോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സി, അത് ക്ലാരിറ്റി തന്നിട്ട് തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ ഷീ ഈസ് എ ഹെവി സ്മോക്കർ എന്നോ അല്ലെങ്കിൽ ഷീ ഹാസ് എ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ് എന്നോ എഴുതാതിരിക്കുന്നതാണ് നല്ലത്. എഴുതരുത്, ബിക്കോസ് അത് ജഡ്ജ്മെൻറ്റലാണ്. നമ്മൾ തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ് പേഷ്യൻ്റ് ഇങ്ങനെയാണ്, ഡ്രിങ്കറാണ്, സ്മോക്കറാണ് എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി ഐ ഹാവ് മെൻഷൻഡ് ഇൻ മെനി ഓഫ് മൈ ലൈഫ് സെഷൻസ് പ്രീവിയസ്ലി ദാറ്റ് നമുക്ക് ഈ വാക്കുകൾ ഡ്രിങ്കർ, സ്മോക്കർ, ഓവർ വെയ്റ്റ് എന്നുള്ള വാക്കുകളൊന്നും നമ്മൾ എഴുതുകയില്ല. പിന്നെ നമുക്ക് ആണെങ്കിൽ റൈറ്റ് ഇല്ലേ താനും ഇതൊരു ഹാബിറ്റാക്കി കൊടുക്കാൻ. ഇതൊരു ഹാബിറ്റൊന്നും ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ അവരുടെ ജോഗ്രഫിക്കൽ കണ്ടീഷൻസിൻ്റെ പ്രത്യേകതകളൊക്കെ കൊണ്ട് ചെയ്തു പോകുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ ഹാസ് എ ഹാബിറ്റ് ഓഫ് എന്നുള്ളൊരു ഫോർമാറ്റും ഉപയോഗിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. നമ്മളിപ്പോഴും ദ ബെസ്റ്റ് ഫോർമാറ്റ്, ദ ബെസ്റ്റ് വേർഷനിൽ മുന്നോട്ട് പോകുന്നതായിരിക്കുമല്ലോ നല്ലത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ സ്മോക്കർ എന്ന് കണ്ടാൽ സ്മോക്സ് സിഗരറ്റ്സ് എന്നാണ് എഴുതാറുള്ളത്. ഓക്കെ, ഷീ സ്മോക്സ് സിഗരറ്റ്സ് എന്നാണ് വരുന്നത്. അപ്പം ഹെവി എന്ന് വരുമ്പോഴത്തേക്കിന് ഷീ സ്മോക്സ് ഇൻ എക്സസ് എന്നോ അല്ലെങ്കിൽ ഹെവിലി എന്നും എഴുതേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പം ഞാൻ ആ പോയിൻ്റാണ് ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, അതായത് സ്മോക്കർ എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. ഓക്കെ, ഡ്രിങ്കർ എന്നാണെങ്കിൽ നമ്മൾ കൺസ്യൂംസ് ആൽക്കഹോൾ എന്ന് എഴുതുകയുള്ളൂ. ആൻഡ് പ്ലീസ് അവോയ്ഡ് ദ ഫോർമാറ്റ് റൈറ്റിംഗ് സ്റ്റൈൽ ഓഫ് ഹാബിറ്റ് ഓഫ് എന്നും എഴുതാതിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പം ഇനി സോഷ്യൽ എവിടെ കണ്ടാലും എങ്ങനെ കണ്ടാലും നമുക്ക് എങ്ങനെ എഴുതി ശീലിച്ചാൽ മതി. ഒന്നുകിൽ സ്മോക്സ് എന്ന്, അതല്ല ഇനി ഇയർ എഴുതണമെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റിലോ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോ ഇയർ മെൻഷൻ ചെയ്ത് പോകുന്നതും നല്ലതാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ കേസ് നോട്ട്. ഇതിൽ ഒരുപാട് ഡേറ്റ് ഉള്ള കേസ് നോട്ടിൻ്റെ ഓർഗനൈസേഷനാണ് ഇന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഹോപ്പ് ദോസ് 2 പോയിൻറ്റ്സ് ഓൾസോ ഇസ് ക്ലിയർ ആൻഡ് ഓൾസോ ഓയിങ് ടു ഡ്യൂ ടു സെക്കൻഡറിയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ദ ഫസ്റ്റ് ഡേറ്റ് ഹാസ് കം എന്നാണ് 14/5/2018, 14 മെയ് 2018 സബ്ജക്റ്റീവ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കേസ് നോട്ടിൽ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഏത് ടൈപ്പ് ഓഫ് ഡീറ്റെയിൽസ് ആണ്? പ്ലീസ് കമൻറ്റ്. Subjective, noticed lump in upper part of the right breast 2 months ago. No change in size during menstrual cycle. No discharge from nipple. അത് എന്ത് ഡീറ്റെയിൽ ആണ് സബ്ജക്റ്റീവ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ? യെസ് ലേഹ, യു ആർ റൈറ്റ്. സബ്ജക്റ്റീവ് ഡേറ്റ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് കംപ്ലയിൻസ് ആണ്. പേഷ്യൻ്റ് വന്ന് പറയുന്ന കംപ്ലയിൻസ്, പ്രസൻറ്റിങ് കംപ്ലയിൻ്റ് നമ്മൾ പറയത്തില്ലേ, എനിക്ക് ഇന്നതൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പേഷ്യൻ്റ് പറഞ്ഞു എന്നാണ് സബ്ജക്റ്റീവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞതിനെ കൊടുത്തിട്ടുള്ള അസസ്മെൻ്റ് ഉണ്ടല്ലോ, നോട്ടീസ് ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ് എന്നുള്ളതിൻ്റെ അകത്ത് വരുന്നത്. ഒബ്ജക്റ്റീവിൽ പൾസ് റേറ്റ് ഉണ്ട്, BP ഉണ്ട്. BP 90 ആണ് കേട്ടോ, 955 എന്ന് വായിക്കരുത്, 90 ആണ്. ആൻഡ് പിന്നെന്താണ് നോട്ടീസ് ചെയ്തത്? ആൻഡ് യെസ്, ഓൺ ഒബ്സർവേഷൻ ആണ് ഒബ്ജക്റ്റീവ് ഡീറ്റെയിൽസ്. ആൻ ഇൽ ഡിഫൈൻഡ് 1.5 സെൻറ്റിമീറ്റർ ലംപ് ഇൻ അപ്പർ ക്വാഡ്രൻറ്റ് ഓഫ് റൈറ്റ് ബ്രസ്റ്റ്. അപ്പോൾ അസസ്മെൻറ്റിൽ കണ്ടിട്ടുണ്ട്, പേഷ്യൻ്റെ നോട്ടീസ് ചെയ്തു എന്ന് പറഞ്ഞു, അത് സത്യമാണ്. 1.5 സെൻറ്റിമീറ്റർ ഉള്ള ലംബാണ്. ആൻഡ് അപ്പർ ക്വാഡ്രൻറ്റ് റീജിയൻ തന്നിട്ടുണ്ട്, നോട്ടീസ് ചെയ്തു.
നോ ലിംഫ് നോഡ് എൻലാർജ്മെൻറ്റ്, ഓവർലൈൻ സ്കിൻ നോർമലാണ്, നോ എവിഡൻസ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ടു സറൗണ്ടിങ് സ്ട്രക്ചേഴ്സ്, നോ അതർ അബ്നോർമൽ ഫൈൻഡിങ് ഓൺ ജനറൽ എക്സാമിനേഷൻ. അപ്പം ആ ലംബ് നോട്ടീസ് ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം ബാക്കിയൊക്കെ നോ 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 എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഇല്ല എന്നുള്ളതാണ്. സോ ഡു വി വോണ്ട് ടു റൈറ്റ് അബൌട്ട് ഓൾ ദോസ് തിങ്സ് ഇൻ അവർ റൈറ്റിംഗ്? ഈ പോയിൻറ്റ്സ് ഒക്കെ നമ്മുടെ റൈറ്റിങ്ങിൽ ഉൾപ്പെടുന്നതാണോ, റെലവൻ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. That means no lymph node enlargement, overlying skin normal ആണ്, no evidence of attachment to surrounding structure. Okay, so they are not relevant. അപ്പോൾ ഒരു കാര്യം കൂടി അഡീഷണൽ ആയിട്ട് ചേർത്ത് പറഞ്ഞോട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞതനുസരിച്ച് നോ എന്ന് കിടക്കുന്ന കാര്യങ്ങൾ ഒന്നും കേസ് നോട്ടിൽ റെലവൻ്റ് അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ചില കേസ് നോട്ടിനകത്ത് നോ എന്ന് പറഞ്ഞിരിക്കുന്ന ചില സാധനങ്ങൾ കോംപ്ലിക്കേഷൻ ആയിരിക്കാം അല്ലേ. അപ്പം എന്താണ്, നോ ജെർക്കിംഗ് മൂവ്മെൻറ്റ്സ് ഓഫ് ദ നീ എന്നാണ് കേസ് നോട്ടിൽ. നോ കണ്ട ഉടനെ വേണ്ട എന്ന് നമുക്ക് വെക്കാൻ പറ്റത്തില്ല. ജെർക്കിംഗ് മൂവ്മെൻറ്റ്സ് ഇല്ല എന്നുള്ളത് കോംപ്ലിക്കേഷനാണ്. സോ വി വോണ്ട് ടു മെൻഷൻ ദാറ്റ് കേട്ടോ. അങ്ങനെ ലോജിക്കലായിട്ടാണ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. അതായത് പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്നുള്ള തരത്തിലാണ് അവിടെ നോ കിടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ എടുത്തിട്ട് ഇല്ല എന്നും പറഞ്ഞിട്ട് കേസ് നോട്ടിൽ എഴുതേണ്ട ആവശ്യം ഇല്ല. സോ ഇവിടെ നമ്മൾ ഓൺ അസസ്മെൻറ്റിൽ ആൻ ഇൽ ഡിഫൈൻഡ് 1.5 സെൻറ്റിമീറ്റർ ലംബ്, പിന്നെന്താണ് അപ്പർ ക്വാഡ്രൻ്റ് എന്നും പറഞ്ഞ് നമ്മളൊരു റീജിയനെ പറയാൻ പോവുകയാണ് അല്ലേ. അപ്പം റീജിയൻ പറയുന്നതിന് മുമ്പ് നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ പ്ലേസ് ചെയ്യണം, സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴാണ്. പിന്നെ ഒരു ബോഡി പാർട്ടിനെ കുറിച്ച് പറയുമ്പോഴും എന്തോ വേണം, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ പ്ലേസ് ചെയ്യണം. So on examination, an ill-defined 1.5 centimeter lump in the upper quadrant of the right breast was noticed എന്ന് വേണം വരാനായിട്ട് കേട്ടോ. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചോളുക. ബോഡി പാർട്ട്, റീജിയന്, സൈഡ് ഒക്കെ മെൻഷൻ ചെയ്യുന്നതിന് മുമ്പ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ഓക്കെ, വീണ്ടും വീണ്ടും ഓരോ ക്ലാസ്സിലും ഓരോ പോയിൻ്റ് ഡിസ്കസ് ചെയ്യുമ്പോഴും ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾ മറന്നു പോകാതിരിക്കാനും ഇത് റൈറ്റിങ്ങിൽ പ്രാക്ടിക്കലാക്കാനുമായിട്ടുമാണ് കേട്ടോ. ഓക്കെ, സോ ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ അന്ന് ഫസ്റ്റ് ഡേയിൽ ഡയഗ്നോസിസ് ആയോ നമുക്ക്? ഇല്ല. പിന്നെന്താണ്, അസസ്മെൻറ്റ് വരെ ആയിട്ടുള്ളൂ. അസസ്മെൻറ്റ് എന്താണ്, ബ്രസ്റ്റ് ക്യാൻസർ ഓർ ഫൈബ്രോ അഡിനോമ ഓർ സിസ്റ്റ്, ഇതിലേതെങ്കിലും ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ആയിരിക്കാം എന്നുള്ളതാണ് ഒരു അസസ്മെൻറ്റ് വന്നിരുന്നത്. അപ്പോൾ അന്ന് പ്ലാൻ ചെയ്തത് എന്താണ്, എക്സ്പ്ലെയിൻ പോസിബിൾ കണ്ടീഷൻ ആൻഡ് കോൺസിക്വൻസസ്. അപ്പോൾ എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്ന്. ടു അണ്ടർഗോ റേഡിയോളജിക്കൽ അസസ്മെൻറ്റ്. സോ ഷി വാസ് റെക്കമെൻഡഡ് ഫോർ റേഡിയോളജിക്കൽ അസസ്മെൻറ്റ്, മാമോഗ്രാം ആണ് പറഞ്ഞത്. ആൻഡ് പത്തോളജിക്കൽ അസസ്മെൻറ്റ്, അപ്പോൾ അതിൽ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ ഓർ കോർ ബയോപ്സി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇൻഫർമേഷൻ ദാറ്റ് വി ആർ പ്രൊവൈഡഡ് റിഗാർഡിംഗ് ദ ഫസ്റ്റ് ഡേറ്റ്. ഓക്കെ, സി ഞാൻ ഈ കേസ് നോട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് തന്നതെന്ന് വെച്ചാൽ, നമുക്ക് കേസ് നോട്ട് കിട്ടുമ്പോഴുള്ളൊരു അപ്രോച്ച്, ഐ നോ ദാറ്റ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഹു ആർ വാച്ചിങ് മീ ആർ മലയാളീസ് ഹു നോസ് മലയാളം. അപ്പം കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ഇംഗ്ലീഷിലാക്കാത്തതിൻ്റെ കാര്യം അതാണ്. നമുക്കൊരു അപ്രോച്ച് കിട്ടണമല്ലോ. ഞാൻ എപ്പോഴും പറയാറില്ല ഒരു കഥ പോലെ വായിച്ചെടുക്കണമെന്ന്. ഞാൻ പറയുന്നതും ഒരു കഥ പോലെ തന്നെയാണല്ലേ. അപ്പം നിങ്ങളുടെ പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. And I know obviously the non-Malayali viewers also will be having difficulties to understand, but I will try my maximum to explain that in English as well. But time ഒരു പ്രശ്നമാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് ഒരു അപ്രോച്ച് ഈസി ആക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്. See, already comments have come that she doesn't know Malayalam. Lolita is a viewer, but she doesn't know Malayalam. Okay, Lolita, I will include English explanations as well. Okay, so that was the plan, to explain her regarding the possible conditions, and she was recommended for various investigations, both pathological as well as radiological. Okay, and let's see what has happened after that. So let's have a look at the date, 14/5/2008. Then 29/5/2008. So 14 to 29, that means a 15 days gap, 2 weeks gap. After 2 weeks, patient represented.
വി ഹാവൻറ്റ് സീൻ അഡ്മിഷൻ ഡേറ്റ്. നമ്മൾ അഡ്മിഷൻ ഡേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇതുവരെ കണ്ടില്ല. അതിൽ നിന്നും അണ്ടർസ്റ്റുഡ് ആണ്, അഡ്മിറ്റ് ആയിട്ടില്ല. പിന്നെ എന്താണ്, ഇത് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേഷ്യൻറ്റ്. സോ നെക്സ്റ്റ് ഡേയിലെ അല്ലെങ്കിൽ നെക്സ്റ്റ് വിസിറ്റിലെ കംപ്ലയിൻറ്റ് എന്തായിരുന്നു? 29/5/2008. സോ ഐ ഹാവ് ആസ്ക്ഡ് യു ടു ബി കെയർഫുൾ ഇൻ ഹാവിങ് എ ലുക്ക് അറ്റ് ദ ഡേറ്റ്സ്. അപ്പോൾ ഒരുപാട് ഡേറ്റുള്ള കേസ് നോട്ട് വരുമ്പോൾ ഈ ഡേറ്റുകൾ വളരെ വ്യക്തമായിട്ട് നോക്കണം. അവർ തമ്മിലുള്ള ഗ്യാപ്പ് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് മാത്രം നോക്കണം. സോ സി ദ ഡിഫറൻസ് ഇൻ ദ ടൈം ഫ്രെയിം. അപ്പോഴേ നമുക്കത് കറക്റ്റായിട്ട് അടുത്ത പാരഗ്രാഫൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ആഫ്റ്റർ 15 days ആണ് പേഷ്യൻറ്റ് റീപ്രസെൻറ്റഡ് again with a subjective, some complaints എന്താണ്, extreme possibility of cancer. അപ്പോൾ she said that no, I have വെരി ലാർജ് ചാൻസസ് ഓഫ് എന്താണ്, ക്യാൻസർ എന്ന് പറഞ്ഞു. ഡിഫിക്കൽട്ട് ടു സ്ലീപ്പ് അറ്റ് നൈറ്റ് ഒക്കെ പേഷ്യൻ്റ് പ്രസൻറ്റ് കംപ്ലയിൻ്റ് ആണ്. ആങ്ഷ്യസ്, ഫീലിംഗ് ലോ, സംടൈംസ് ഇറിറ്റേറ്റഡ്, പൗണ്ടിങ് ഹാർട്ട്, അൺഏബിൾ ടു കോപ്പ് വിത്ത് ഈവൻ ഹൗസ് ഹോൾഡ് കോഴ്സ്, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ബ്രസ്റ്റ് ലംപ്, നോ പ്രോബ്ലം. സോ ഇൻഫാക്ട് വി ക്യാൻ സേ ദാറ്റ് ഷീ ഹാസ് സം മോർ കംപ്ലയിൻസ് അല്ലേ. പേഴ്സിസ്റ്റൻ്റ് എന്നല്ല, നമുക്ക് വേഴ്സൻ്റ് സിംറ്റം എന്ന് പറയാവുന്ന രീതിയിൽ കൂടുതൽ കംപ്ലയിൻസ് പേഷ്യൻറ്റിന് വന്നിട്ടുണ്ട്. സോ ഒബ്ജക്റ്റീവിൽ PR, RR, BP ഒക്കെ നോക്കിയിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ. നമ്മൾ ഒരുപാട് ഡേറ്റുള്ള കേസ് നോട്ടിനകത്ത് ഇപ്പോൾ ഈ വൈറ്റൽ സയൻസിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് വൈറ്റൽ സയൻസ് ചേഞ്ചസ് മിനിറ്റ് ബൈ മിനിറ്റ് അല്ലേ. അപ്പോൾ അന്നത്തേത് പ്രത്യേകമായിട്ട് ആ നമ്പർ നമ്മളൊന്ന് നോക്കേണ്ട കാര്യം ഇല്ല. എന്തെങ്കിലും ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. So she looks anxious, sweaty. Other examinations normal ആണ്. Ultrasound confirmation of solid lump. So that day the ultrasound confirmed the solid lump. On the first day it was only an examination finding, but it is now confirmation through an ultrasound, a test. Cytological examination result shows malignant cells. Core biopsy under local anesthesia, adenocarcinoma. So if we have given some names of test and condition, that shows that the condition was confirmed through the test. Okay, so ബയോപ്സിയുടെ റിസൾട്ടിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നു അഡിനോകാർസിനോമ ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്നുള്ളത് കൺഫേം ചെയ്തു. സോ അന്നലെ കിട്ടിയ ഒരു അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി സെക്കൻഡറി ടു ബ്രസ്റ്റ് ക്യാൻസർ. പേഷ്യൻറ്റിന് കൂടുതൽ നിൽക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, ആങ്സൈറ്റി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പ്ലാൻ എന്തായിരുന്നു, ബ്രേക്ക് ബാഡ് ന്യൂസ്. ആ പേഷ്യൻറ്റിനെ ഡീൽ ചെയ്ത ആളുടെ പ്ലാനാണ് എന്താണ്, ഒരു ബാഡ് ന്യൂസ് ആണ് അല്ലേ. ബ്രേക്കിംഗ് ദ ബാഡ് ന്യൂസ് എന്താണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം എങ്ങനെ പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിനെ അറിയിക്കാം എന്നുള്ളതാണ്. സോ ബ്രേക്കിംഗ് ദ ബാഡ് ന്യൂസ് ആണ്. സജസ്റ്റ് ടു ടേക്ക് ഫർദർ ടെസ്റ്റ്, blood test, bone scan, CT scan, etc. Outline different treatment options available such as surgery, radiotherapy and chemotherapy, to refer to general surgeon for operation. ഇതൊക്കെ അന്നത്തെ പ്ലാനാണ്. അതായത് സെക്കൻഡ് ടൈം പേഷ്യൻ്റ് വന്നപ്പോൾ കണ്ടീഷൻ കൺഫേം ചെയ്തു. അതിനെ തുടർന്ന് കൊടുത്തിട്ടുള്ള എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത്. റേഡിയോതെറാപ്പിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു, ആൻഡ് ഹാവ് എ ഡിസ്കഷൻ ഓൺ കീമോതെറാപ്പി ആൻഡ് referred for operation to a surgeon. So these are the things which has happened during the second visit of the patient after 15 days. Okay, hope it is clear. Then 3/6/2008. Okay, so the next first one was 29/5, then on 3rd/6. So 29, 30, 31 after 5 days, 1 week time. Again subjective. For regular follow-up, patient represented or returned for a regular follow-up, had a local excision and axillary clearance with the radiotherapy to residual right breast for local control. So she underwent what is the procedure that she underwent that day? Local excision and axillary clearance with the radiotherapy. ആ മാനേജ്മെൻ്റ് ആണ് പേഷ്യൻറ്റിന് അഡിനോകാർസിനോമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞു. ഒബ്ജക്റ്റീവ്, ജനറൽ കണ്ടീഷൻ, ഇറ്റ് വാസ് സബ്ജക്റ്റീവ്. ജനറൽ കണ്ടീഷൻ വെൽ, നോ എവിഡൻസ് ഓഫ് മെറ്റാസ്റ്റാസിസ്, ഹോർമോൺ റിസപ്റ്റർ നെഗറ്റീവ്. അപ്പോൾ അതിൽ നമ്മൾ ഒബ്ജക്റ്റീവ് അസസ് ചെയ്ത് കണ്ടുപിടിച്ചു മെറ്റാസ്റ്റാസിസിന് അല്ലെങ്കിൽ സ്പ്രെഡിങ്ങിനുള്ള ചാൻസസ് ഒന്നും ഇല്ല എന്ന് എന്തോ ചെയ്തു കണ്ടുപിടിച്ചിട്ടുണ്ട്. അസസ്മെൻറ്റ്, പോസ്റ്റ് ഓപ്പറേഷൻ റിക്കവറി ഓഫ് ഗ്രേഡ് 2
adenocarcinoma. അപ്പോൾ ആ എക്സിഷൻ ആൻഡ് ഓക്സിലറി ക്ലിയറൻസിന് ശേഷം പേഷ്യൻറ്റിന് റിക്കവറി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അസസ് ചെയ്തു. Then plan chemotherapy, regular review for cancer spread, to contact local breast cancer foundation for further information. ഇത്രയും പ്ലാനാണ് അന്ന് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, ദെൻ പിന്നെ നിങ്ങൾ ഡേറ്റ് ഒന്ന് നോക്കിക്കേ. 21/1/2009 ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി 3 ഡേറ്റുകൾ കണ്ടു കഴിഞ്ഞു. ആദ്യത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 14/5 ആണ്. പിന്നെ രണ്ടാമത്തെ ഡേറ്റ് 2 ആഴ്ച കഴിഞ്ഞ് 29/5 ആണ്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് 3/6 അന്ന് പേഷ്യൻറ്റിന് എക്സിഷനും ക്ലിയറൻസും കഴിഞ്ഞു. അതിനുശേഷം റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അസസ്മെൻറ്റിനെ തുടർന്ന് ലോക്കൽ ബ്രസ്റ്റ് ക്യാൻസർ ഫൗണ്ടേഷനെ കോൺടാക്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു വെച്ചു എന്നുള്ള ഡീറ്റെയിൽസാണ് കേസ് നോട്ട് തന്നിരിക്കുന്നത്. പിന്നെ 4ാമത്തെ ഡേറ്റ് നോക്കൂ, 21/1/2009. അതായത് നെക്സ്റ്റ് ഇയർ ആയി, അതായത് ആഫ്റ്റർ 6 months ആണ്. ഓക്കെ, അപ്പോൾ 6 മാസത്തെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. പിന്നെ 6 months കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ് സീ വാട്ട് ഈസ് ദാറ്റ് പ്രോബ്ലം. സോ സബ്ജക്റ്റീവ് ഈസ് സഡൻ ഓൺസെറ്റ് ഓഫ് സിവിയർ ലോ ബാക്ക് പെയിൻ. അപ്പം പെട്ടെന്ന് സഡൻ ഓൺസെറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തുടങ്ങി എന്നാണ് അല്ലേ. പെട്ടെന്ന് തുടങ്ങി എന്താണ്? സിവിയർ ലോ ബാക്ക് പെയിൻ. സഫറിങ് ഫ്രം മൈൽഡ് ബാക്ക് പെയിൻ 4 nights. ഓക്കെ, 4 night അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് അല്ലെങ്കിൽ 4 day ഹിസ്റ്ററി ഓഫ് മൈൽഡ് ബാക്ക് പെയിൻ വിച്ച് ഈസ് എക്സാസ്പറേറ്റഡ് ബൈ മൂവ്മെൻ്റ് ആണ് അല്ലേ. മൂവ്മെൻറ്റിൽ എക്സാസ്പറേറ്റഡ് ആകുന്ന പെയിൻ ഉണ്ട്. ആൻഡ് ദാറ്റ് പെയിൻ റേഡിയേറ്റ്സ് ഡൗൺ ബാക്ക് ടു ദ ലെഫ്റ്റ് ലെഗ്. ആ പെയിന് റേഡിയേറ്റിംഗ് പെയിനാണ് ടു ദ ലെഫ്റ്റ് ലെഗിലോട്ട്. പിന്നെ എന്തുണ്ട്? 4 kg വെയിറ്റ് ലോസ് ഉണ്ട്. ആൻഡ് ദ പെയിൻ ഗെറ്റ് റിഡ് ഓഫ് ഹെർ ആപ്പറ്റൈറ്റ്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള പെയിനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളിലൊന്നും എന്ത് ചെയ്യുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഈവൻ ആപ്പറ്റൈറ്റിനെ വരെ എന്ത് ബാധിച്ചിരിക്കുകയാണ്? പെയിൻ കാരണം ഇല്ല എന്നുള്ളതായിരിക്കാം. ഓക്കെ, ദെൻ ഒബ്ജക്റ്റീവ് പെയിൻ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഫ്രണ്ട് ഓഫ് thigh. സോ വി ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് ഹെർ പെയിൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ thigh. പിന്നെ എവിടെയാണ്? ഇന്നർ ആസ്പെക്റ്റ് ഓഫ് ദ thigh, knee ആൻഡ് ലെഗ്. പിന്നെ എന്തുണ്ട്? സെൻസറി ലോസ് ഇൻ ആൻറ്റീരിയർ ആസ്പെക്റ്റ് ഓഫ് thigh ആൻഡ് ആബ്സെൻസ് ഓഫ് knee jerk. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആബ്സെൻസ് ഓഫ് knee jerk ഉണ്ടെന്ന് കണ്ടിട്ടുണ്ട്. സെൻസറി ലോസ് ഉണ്ട്. പെയിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എവിടെയാണ്? ഇന്നർ ആസ്പെക്റ്റ് ഓഫ് ദ thigh-ലും നീയിലും ലെഗിലും ആണെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അസസ്മെൻ്റ് എന്താണ്? ട്യൂമർ സ്പ്രെഡ് ടു ലുംബാർ സ്പൈൻ. അപ്പം ആദ്യത്തെ ദിവസം ആ 6 മാസം മുമ്പ് നോ ചാൻസസ് ഓഫ് മെറ്റാസ്റ്റാസിസ് എന്നൊക്കെയുള്ള അസസ്മെൻറ്റിലാണ് പോയത്. പക്ഷേ ഇപ്പം എന്താണ്? ശരിക്കും സ്പ്രെഡാണ്. അതായത് നമ്മൾ മുമ്പ് കണ്ട വാക്ക് തന്നെ മെറ്റാസ്റ്റാസിസ് എന്നുള്ള വാക്കാണല്ലോ നമ്മൾ സ്പ്രെഡിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കുകയാണ്? ട്യൂമർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ലുംബാർ സ്പൈനിലോട്ട്. അപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ് ഇപ്പോൾ പേഷ്യൻറ്റിന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പ്ലാൻ എന്താണ്? ബോൺ സ്കാന്, CT സ്കാൻ ഫോർ ചെസ്റ്റ് ആൻഡ് അബ്ഡോമിൻ, റേഡിയോതെറാപ്പി ടു കൺട്രോൾ പെയിൻ, റെഫർ ടു ആൻ ഓൺകോളജിസ്റ്റ് ഫോർ അസസ്മെൻറ്റ് ആൻഡ് പാലിയേറ്റീവ് കെയർ. അപ്പം ഒരു ഓൺകോളജിസ്റ്റ് അടുക്കലോട്ട് ഫർദർ അസസ്മെൻറ്റിനും പാലിയേറ്റീവ് കെയറിനുമായിട്ട് പേഷ്യൻറ്റിനെ റെഫർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ആശ ഈസ് അവർ ഫസ്റ്റ് ടൈം വ്യൂവർ. വെൽക്കം ടു അവർ ലൈവ് സെഷൻസ് ആശ. ഓക്കെ, അപ്പം അവിടെ നമ്മൾ കൊടുത്ത പ്ലാൻ എന്താണ്? ബോൺ സ്കാന്, CT സ്കാൻ പറഞ്ഞു. പിന്നെ ഓങ്കോളജിസ്റ്റിൻ്റെ അടുക്കലേക്ക് നമ്മൾ പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുകയുമാണ്. സോ ദിസ് ഈസ് വാട്ട് ഹാസ് ഹാപ്പൻഡ് ഡ്യൂറിങ് ദ ലാസ്റ്റ് വിസിറ്റ്. ഓക്കെ, ദെൻ ദ റൈറ്റിംഗ് ടാസ്ക്. അപ്പോൾ സോ പ്രോബബ്ലി ദിസ് ഡോക്ടർ ജെറമിയ ജോറിൻ്റെ അടുക്കലോട്ടാണ് നമ്മൾ ഫർദർ അസസ്മെൻറ്റിനും പാലിയേറ്റീവ് കെയറിനുമായിട്ടും പേഷ്യൻറ്റിനെ വിടുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ കേസ് നോട്ട്. Okay, so please tell me what is your understanding regarding the case note. അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് ചോദിച്ചാൽ ഈ 4 ഡേറ്റിൽ കിടക്കുന്ന കാര്യങ്ങളും നമുക്ക് എന്തുമാത്രം ഡീറ്റെയിൽസ് നമ്മുടെ ലെറ്ററിലോട്ട് വേണം എന്നതാണ് ചോദ്യം. ഫുൾ ഡീറ്റെയിൽസ് ഇങ്ങോട്ട് എടുക്കണോ? ഗുഡ് ആഫ്റ്റർനൂൺ അനു, ദിവ്യ, ഷീല. ഗുഡ് ആഫ്റ്റർനൂൺ. Could you please comment me about the organization? അതായത്
ഓരോ ഡേറ്റിലെ കാര്യങ്ങളും ഓരോ വിശദമായിട്ട് ഓരോ പാരഗ്രാഫിൽ നമ്മൾ പറയണോ, അതോ ഒന്ന് ജസ്റ്റ് ആക്കി എടുത്തേച്ചാൽ മതിയോ? ഓക്കെ, വേണ്ട എന്ന് ലിപി, അജീഷ ഒക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടു എന്താണ് ആവശ്യമില്ല എന്നുള്ളത് അല്ലേ. ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ 21/1/2009 കാര്യം നമുക്ക് ടുഡേയിലെ കാര്യമായിട്ട് പറയണം. ഇപ്പോൾ റീസെൻ്റായിട്ട് പേഷ്യൻറ്റിനുള്ള പ്രശ്നമാണ് ഇത് കാരണമാണ് നമ്മളിപ്പം പേഷ്യൻറ്റിനെ ഓങ്കോളജിസ്റ്റ് അടുക്കലോട്ട് വിടുന്നത് അല്ലേ. അതിന് മുമ്പുള്ള 3 ഡേറ്റിലെ കാര്യം ശരിക്കും ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം മതി. യെസ്, കറക്റ്റാണ്. അമ്മു അക്കു പറയുന്നുണ്ട് 21 ഫുൾ ഡീറ്റെയിൽസ് പറയണം. കറക്റ്റാണ്, അത് ഫുള്ള് പറയണം. എന്നാൽ നമുക്ക് ഈ 14/5 നിന്നും 29/5 നിന്നും 3/6 നിന്നും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തേച്ചാൽ മതി. എസ്പെഷ്യലി ആദ്യത്തെ 2 വിസിറ്റ്. ഓക്കെ, അതായത് ഒരു പ്രൊസീജിയർ കഴിഞ്ഞല്ലോ. അപ്പോൾ പേഷ്യൻറ്റിന് നോക്കിക്കേ, പേഷ്യൻറ്റിന് ആദ്യം ഇന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞായിരുന്നു, ഇൻവെസ്റ്റിഗേഷനിലൂടെ ഇന്നത് കൺഫേം ചെയ്തു, പ്രൊസീജിയർ നടത്തി, ഇത്ര മതി അല്ലേ. അതിന് മുമ്പ് ആങ്സൈറ്റി ഉണ്ടായിരുന്നു എന്നും ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞു എന്നും പിന്നെ എന്തായിരുന്നു ഡിഫറെൻ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് പേഷ്യൻറ്റിനോട് പറഞ്ഞു കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ, അതായത് അതിനെ മാനേജ് ചെയ്ത് അത് മറ്റൊരു കണ്ടീഷനിലോട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്പ്രെഡിങ്ങുമായിട്ട് ഒരു ഡോക്ടറിൻ്റെ അടുക്കലോട്ട് വിടുമ്പോഴത്തേന് വി ഡോണ്ട് വോണ്ട് ടു മെൻഷൻ ഓൾ ദോസ് കൈൻഡ്സ് ഓഫ് തിങ്സ് കേട്ടോ. അതുകൊണ്ട് അതിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ മാത്രം ഇങ്ങോട്ട് എടുത്തേച്ചാൽ മതി. എന്ന് പറയുമ്പോൾ എങ്ങനെ വേണ്ട കാര്യങ്ങൾ എടുത്ത് അറേഞ്ച് ചെയ്യുമെന്നുള്ള ഒരു ഡൗട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ വായിച്ച കേസ് നോട്ട് മനസ്സിലാക്കിയെടുത്തു, റെലവൻറ്റ് പോയിൻറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ റെലവൻറ്റ് പോയിൻറ്റ് ഞാൻ ഒന്നുകൂടി പറയാം. ലംബ് പേഷ്യൻ്റ് കംപ്ലയിൻറ്റ് പറഞ്ഞു എന്നുള്ളത് വേണം. അസസ്മെൻറ്റിൽ 1.5 സെൻറ്റിമീറ്റർ ലംബ് എവിടെയായിരുന്നു, അപ്പർ ക്വാഡ്രൻറ്റ് ഓഫ് ദ റൈറ്റ് ബ്രസ്റ്റിൽ കണ്ടു എന്നുള്ള കാര്യം വേണം. പിന്നീട് ഈ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ സ്ക്രീനിലോട്ട് നോക്കിക്കേ, എന്തായിരുന്നു കുറേ ടെസ്റ്റുകൾ പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഷി വാസ് റെക്കമെൻഡഡ് ഫോർ വേരിയസ് ഇൻവെസ്റ്റിഗേഷൻസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ മതി. എന്നിട്ട് എന്ത് പറയണം, ബയോപ്സി അല്ലേ, അല്ലെങ്കിൽ ഹെർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ്, അല്ലെങ്കിൽ സീരീസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് റിവീൽഡ് അഡിനോകാർസിനോമ എന്ന് എഴുതണം. ദെർഫോർ ഷീ അണ്ടർവെൻറ്റ് അല്ലേ. പിന്നെ അതിനുവേണ്ടി ഏത് പ്രൊസീജിയറാണ് നടത്തിയെന്നുള്ളത് പറഞ്ഞാൽ മതി. ദെർഫോർ ഷീ അണ്ടർവെൻറ്റ് എന്തായിരുന്നു, ലോക്കൽ എക്സിഷൻ ആൻഡ് ഓക്സിലറി ക്ലിയറൻസ് വിത്ത് റേഡിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അത്രയും പറഞ്ഞാണ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് നിർത്തുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മളിതിനെ ഒരുപാട് ഡേറ്റുള്ള ലെറ്ററിൻ്റെ ഓർഗനൈസേഷൻ ആണല്ലോ ഡൗട്ട് ചോദിച്ചത്. അതിനാണ് ഒരുപാട് പേര് ചോദിച്ചതും എങ്ങനെ അതിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പം നമുക്കൊരു ഈ ലെറ്റർ ഒരു അൺനോൺ കേസ് ലെറ്റർ ആണല്ലോ, ഇറ്റ് ഈസ് നോട്ട് എ നോൺ കേസ് ലെറ്റർ, സോ വി വോണ്ട് ടു റൈറ്റ് എ സോഷ്യൽ പാരഗ്രാഫ് അല്ലേ. സോ ബീയിങ് അവർ റീഡർ ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെയും പിന്നെന്താണ് സോഷ്യലിൻ്റെ അകത്ത് ഇപ്പോഴത്തെ കണ്ടീഷൻ്റെ തുടക്കങ്ങൾ ഒന്നും ഇല്ലാത്തത് കൊണ്ടും സോഷ്യൽ നമ്മൾ ലാസ്റ്റ് പാരഗ്രാഫായിട്ടാണ് പ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ റെക്കമെൻഡേഷൻ പാരഗ്രാഫിന് തൊട്ട് മുമ്പായിട്ട് ആ പാരഗ്രാഫ് വിച്ച് ഈസ് പ്രയർ ടു ദ റെക്കമെൻഡേഷൻ പാരഗ്രാഫ് അങ്ങനെ പ്ലേസ് ചെയ്യണം. എന്നിട്ട് ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് റെക്കമെൻഡേഷനാണ്. ഇപ്പോൾ ഓൾറെഡി 2 പാരഗ്രാഫായി, ഇനിയും ഒരു 2 പാരഗ്രാഫ് കൂടെ എഴുതാനുള്ളതേ നമുക്കുള്ളൂ. അതായത് 14-ാം തീയതിയിലെയും 29-ാം തീയതിയിലെയും പിന്നെ എന്നായിരുന്നു 3-ാം തീയതിയിലെയും കാര്യങ്ങൾ ചുരുക്കി ഒറ്റ പാരഗ്രാഫ് ആക്കുകയാണ്. ഓക്കെ, അതാണ് നമ്മുടെ ലെറ്ററിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ്. ഇതൊരു അർജൻറ്റ് ലെറ്റർ ഒന്നും അല്ലാത്തതുകൊണ്ട് ടുഡേ പറഞ്ഞ് തുടങ്ങണ്ട, ഒരു ഓർഡറിൽ കഥ പോലെ പറഞ്ഞു പോയച്ചാൽ മതി. അപ്പോൾ അന്ന് സംഭവിച്ച കാര്യങ്ങൾ അതിനകത്തുനിന്ന് വേണ്ടത് മാത്രം എടുത്ത് ആ 3 ഡേറ്റിലെ കാര്യങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫായിട്ട് വെച്ചതിന് ശേഷം ഏറ്റവും റീസെൻ്റായിട്ടുള്ള വിസിറ്റ് ഉണ്ടല്ലോ 2009-ലെ 21/9/2009 സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നെക്സ്റ്റ് പാരഗ്രാഫായിട്ട് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രോണോളജിക്കൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് ക്രോണോളജിക്കൽ അറേഞ്ച്മെൻറ്റ്? ഇവിടെ നമ്മുടെ ലെറ്ററിനെ പാരഗ്രാഫ് ആക്കാനായിട്ട് നമ്മളെ സഹായിച്ച ആൾ എന്ന് പറയുന്നത് ഡേറ്റ.
ഓക്കെ, എന്തുമാത്രം ഡേറ്റിൻ്റെ വ്യത്യാസമുണ്ട്. ഇന്നത്തെ ഡേറ്റിന് മുമ്പ് ഉള്ള വിസിറ്റുകളെ ഒരു 3 വിസിറ്റിനെ ഒരുമിച്ചാക്കി ഒരു പാരഗ്രാഫാക്കി, ഏറ്റവും റീസെൻറ്റ് വിസിറ്റിനെ എന്തുമാക്കി നെക്സ്റ്റ് പാരഗ്രാഫും ആക്കി ആണ് ക്രോണോളജിക്കൽ അറേഞ്ച്മെൻറ്റിൽ ലെറ്ററിനെ അറേഞ്ച് ചെയ്യേണ്ടത്. ഇതെല്ലാം നമുക്ക് മറ്റൊരു അറേഞ്ച്മെൻ്റ് കൂടെ ഉണ്ട്, തീമാറ്റിക്കൽ അറേഞ്ച്മെൻറ്റ്. അതായത് ഒരു ഡേറ്റിനെ നമ്മളിപ്പം ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു കഥ, അതായത് മേജർ ഇവൻറ്റ്സ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ കേസ് നോട്ട് മാത്രം ഹൈലൈറ്റ് ചെയ്ത് എഴുതുന്ന ലെറ്ററിനെയാണ് തീമാറ്റിക് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അത് കുറച്ച് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കാണുന്നുണ്ട് കുട്ടികൾക്ക് അത് എഴുതാനായിട്ട്. മിക്കവാറും ഒരു മെജോറിറ്റി ഓഫ് ദി സ്റ്റുഡൻസും ഫോളോ ചെയ്യുന്നത് എന്താണ്, ഈ ക്രോണോളജിക്കൽ അറേഞ്ച്മെൻറ്റാണ്. ഓക്കെ, ക്രോണോളജിക്കൽ അറേഞ്ച്മെൻറ്റ് എങ്ങനെ ചെയ്യാം, അത് ഒരുപാട് ഡേറ്റുള്ള കേസ് നോട്ടാണ് എന്നുണ്ടെങ്കിൽ മുൻപിൽ നേരത്തെ വിസിറ്റിലെ കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ആക്കിക്കോണം. റെലവൻറ്റ് പോയിൻറ്റ്സിനെ എടുത്ത് ചുരുക്കി ഒരു 4-5 സെൻറ്റൻസ് ആക്കി ആദ്യത്തെ പാരഗ്രാഫാക്കി. ദ ഫൈനൽ വിസിറ്റ് ഹാസ് ടു ബി റിട്ടൺ ആസ് ദ ലാസ്റ്റ് paragraph, chronological arrangement. So don't worry, I will give you how ഏതൊക്കെ പോയിൻറ്റ്സ് എടുത്തു എന്നുള്ളത് സെൻറ്റൻസ് ആക്കി തന്നെ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി എഴുതിയില്ല, ഇൻട്രൊഡക്ഷൻ സെറ്റ് ചെയ്തില്ല. സോ പ്ലീസ് ടെൽ മീ, ഇൻട്രൊഡക്ഷൻ എഴുതാനാണ് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ട്. സോ വി ആർ റൈറ്റിംഗ് ദ ലെറ്റർ ടു എ ഡോക്ടർ ഫോർ ഫർദർ അസസ്മെൻ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. പാലിയേറ്റീവ് കെയറും ആണ്. എങ്ങനെ, അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എങ്ങനെ എഴുതുമെന്നുള്ള ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിട്ട്, കുഡ് യു പ്ലീസ് കമൻറ്റ് മീ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് ലെറ്റർ. ദീപ്തി സനൽകുമാർ ഹാസ് കമൻറ്റഡ് എ നോ. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തെങ്കിലും ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ടോ, എന്തിൻ്റെങ്കിലും എക്സ്പ്ലനേഷൻ കൂടുതൽ ആവശ്യമായിട്ടുണ്ടെന്നാണോ ദീപ്തി? ഓക്കെ, മീൻവൈൽ ദ അതേഴ്സ് പ്ലീസ് കമൻറ്റ് ദ ഇൻട്രൊഡക്ഷൻ ഫോർ ദിസ് ലെറ്റർ. Christina, in case of but where we have to put comma. Christina, I have done a detailed video on punctuation with and but. നമ്മുടെ പ്രീവിയസ് ലൈവ് അതൊന്ന് കണ്ടു നോക്കണേ. ഒരുപാട് റൂൾസ് ഉണ്ട്, കണ്ടവർക്കറിയാം. ഒറ്റ സെൻറ്റൻസിലൊന്നും പറഞ്ഞു നിർത്താൻ പറ്റില്ല ബട്ടിൻ്റെയും ആൻഡിൻ്റെയും കോമ യൂസേജിനെ കുറിച്ച്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ കഴിഞ്ഞ ലൈവിൽ പോയിട്ടുണ്ട്. സമയം കിട്ടുന്നതിനനുസരിച്ച് അതൊന്ന് എടുത്ത് കാണൂ. Okay, so Lolita, your answer goes like, I am writing to refer you. In fact, that you is not needed. Okay, you in introduction part we will be adding only for non-case letters. Okay, I am writing to update you. For unknown cases like a refer, discharge and transfer, don't write you. നിങ്ങൾക്കാണ് എന്നുള്ളത് വേണ്ട കേട്ടോ. ഞാൻ പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുന്നു എന്ന് മതി. So I am writing to refer Mrs. Isabella Radwan, who is diagnosed with breast cancer and requires continued care and management എന്നാണ് എഴുതിയിരിക്കുന്നത്. See, Lolita, there are certain things that you have to be careful. I remember you are the one who is from a non-Malayali background. See, first of all, please be careful about that you with the unknown case letters, no need. Then is diagnosed is something which we are not using in OET writing, because is diagnosed is simple present passive. Is diagnosed means something which is happening every day. So if we are writing that a person is diagnosed, that shows that every day patient has that diagnosis. So we don't write with is diagnosed. It is either was diagnosed or has been diagnosed. Hope it is clear for you. Not only for Lolita, for everyone. I know there are many who is having doubt why it is not is diagnosed. Okay, is diagnosed, simple present, something which is happening every day without any change. That's the meaning of it. So better to avoid is diagnosed.
So the good ones are was diagnosed and has been diagnosed, and was diagnosed. Regarding the use of was diagnosed, we use was diagnosed only with condition which has stability. And as far as cancer is concerned, it has no stability. Recurrences is there, and especially in this case note, the adenocarcinoma of the patient has spread it to the lumbar spine now. So patient is not at all managed well, or she has not become stable. So it is better to avoid was diagnosed. I have seen someone else also has commented was diagnosed. Was diagnosed is not a best suggestion for this case note. Then can we write has been diagnosed? That also is a question. In this particular situation, is it has been diagnosed? That's another question that we want to have a discussion. Okay, meanwhile, let me go to other introductions written by our students. Dilip Siriak, I am writing to refer Mrs. X, who has been diagnosed with the carcinoma with the metastasis. That also is okay, but Dilip, where is the purpose? OET writing is purpose oriented. You haven't mentioned the purpose at all. So always it is better to begin the letter with the purpose, then move on to the condition. Okay. Then I am Ashwini Aravind. I am writing to refer Miss X, who has been diagnosed with breast cancer metastasis of bone. She needs. Thank you for accepting. Who requires intervention and evaluation of lumbar tumor. I am writing. Leha has written. I am writing to refer Miss X, who requires assessment and management. She has been diagnosed with the carcinoma. Okay, she has been diagnosed with breast cancer. Sheri. ഓക്കെ, മിക്കവാറും പേരും ഷീ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വെച്ച് എഴുതുന്നുണ്ട്. സി മൈ ക്വസ്റ്റ്യൻ, പേഷ്യൻറ്റിന് എപ്പോഴാണ് അഡിനോകാർസിനോമ ഡയഗ്നോസ് ചെയ്തത് എന്നുള്ളതാണ്. എന്നായിരുന്നു എന്ന് നിങ്ങൾ ഡേറ്റ് ഒന്ന് ഓർത്ത് നോക്കിക്കേ. രണ്ടാമത്തെ വിസിറ്റിൽ അല്ലേ? രണ്ടാമത്തെ വിസിറ്റിൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ് കേട്ടോ. 29 പേഷ്യൻ്റ് 29/5/2008 പേഷ്യൻറ്റിന് അഡിനോകാർസിനോമ കണ്ടുപിടിച്ചാൽ അതുപോലെ നിൽക്കുകയാണോ? അല്ല, അതിനെ നമ്മളൊന്ന് മാനേജ് ചെയ്തതാണ്. അതായത് എന്തിലൂടായിരുന്നു? ലോക്കൽ എക്സിഷൻ ആൻഡ് ഓക്സിലറി ക്ലിയറൻസ് വഴി മാനേജ് ചെയ്തതാണ്. അപ്പം നമുക്ക് അന്ന് കണ്ടുപിടിച്ച അഡിനോകാർസിനോമ ഇപ്പോഴും പ്രസൻറ്റിൽ റെലവൻ്റ് ആക്കി നിർത്താൻ പറ്റുന്നില്ല അല്ലേ? അതിനെ മാനേജ് ചെയ്തു. ഇന്നിപ്പം നമ്മൾ ലെറ്റർ വിടുന്നത് ഈ 2009 പേഷ്യൻറ്റിന് വന്ന ഒരു കണ്ടീഷനുമായിട്ടാണ് അല്ലേ? പേഷ്യൻ്റ് വന്നു, എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞു. ഒബ്ജക്റ്റീവ് ഡേറ്റയിൽ, അതായത് അസസ്മെൻറ്റിൽ കണ്ടുപിടിച്ചിരിക്കുകയാണ് പെയിൻ ഉണ്ട് അല്ലേ, ആബ്സെൻസ് ഓഫ് നീ ജർക്ക് ഉണ്ട് എന്നൊക്കെയുള്ളത്. എന്നിട്ട് താഴെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, മിക്കവാറും പേരും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ അങ്ങനെ ചെയ്തത്. മിക്കവാറും പേരും ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് ഒക്കെ വെച്ച് എഴുതിയിരിക്കുന്നത് കാര്യത. അസസ്മെൻ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടാണ് ട്യൂമർ സ്പ്രെഡ് ടു ലുംബാർ സ്പൈൻ എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അസസ്മെൻ്റ് എന്ന് പറഞ്ഞാണ് ഒരു കണ്ടീഷനെ തന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെ ഇൻട്രൊഡക്ഷൻ എഴുതും എന്നുള്ളത് അല്ലേ? ആർക്കും ഡൗട്ടില്ലല്ലോ. നോ വൺ ഹാസ് എ ഡൗട്ട് ദാറ്റ് അവർ കണ്ടീഷൻ ദാറ്റ് വി വോണ്ട് ടു ടേക്ക് ഇൻ ടു ദിസ് കേസ് നോട്ട്, ടേക്ക് ഫ്രം ദിസ് കേസ് നോട്ട് ടു ദ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ട്യൂമർ സ്പ്രെഡാണ്, മെറ്റാസ്റ്റാസിസിൻ്റെ കാര്യമാണ് എഴുതേണ്ടത്. അപ്പം ക്ലിയർ ആയില്ലേ? ആദ്യത്തേത് എന്ത് ചെയ്തു? നേരത്തെ ആയിരുന്നു, അതിനെ നമ്മൾ മാനേജും ചെയ്ത് വിട്ടതാണ്. അതിനിപ്പോൾ പെട്ടെന്ന് അസസ്മെൻറ്റിനായിട്ട് ഓങ്കോളജിസ്റ്റിനൊക്കെ വിടുകയാണോ? അല്ല. ഇന്നുണ്ടായിരിക്കുന്ന കാര്യത്തിനാണ് എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നത്. ഇന്നത്തെ കാര്യം എന്താണ്? അസസ്മെൻറ്റ് വരെ ആയിട്ടുള്ളൂ. അത് ഡയഗ്നോസിസ് ആയോ? പ്ലീസ് കമൻറ്റ് മീ. ഇപ്പോഴായിരിക്കും അയ്യോ അന്നങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യങ്ങൾ പലരുടെയും മനസ്സിൽ വരുന്നുണ്ടല്ലേ? ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, ആ മൊമെൻറ്റിൽ അറിയാം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അല്ലേ? നമ്മുടെ റെഗുലർ വ്യൂവേഴ്സിന് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല ഈ കാര്യം ഡിസ്കസ് ചെയ്തിട്ടില്ല എന്നല്ലേ? അസസ്മെൻറ്റ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെ ഇൻട്രൊഡക്ഷൻ എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻട്രൊഡക്ഷനിലെ അസസ്മെൻറ്റ് കണ്ടീഷൻ ഒന്ന് തിരുത്തി കമൻറ്റ് ചെയ്തേ. ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഫർദർ അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ഫർദർ അസസ്മെൻറ്റ് ആൻഡ് പാലിയേറ്റീവ് കെയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിനെ നമുക്ക് റെക്കമെൻഡേഷൻ പാരഗ്രാഫിലോട്ട് കൊണ്ടുപോകാം. സോ പ്ലീസ് കറക്റ്റ് യുവർ ഇൻട്രൊഡക്ഷൻ.
And I'm getting many answers where you are giving importance to the condition. ആദ്യം കണ്ടീഷൻ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഇൻട്രൊഡക്ഷൻ്റെ അകത്ത് ഈ 4 മാൻഡേറ്ററി റിക്വയർമെൻറ്റ്സ് വേണം എന്നുള്ളതേ ഉള്ളൂ, മതി. എങ്കിലും നമ്മളിപ്പോഴും ഇത് പെർഫെക്റ്റ് ചിന്തിക്കുമ്പോൾ പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ട് ലെറ്റർ എഴുതിയാൽ നല്ലതായിരിക്കും കേട്ടോ. അതിൻ്റെ ഒരു അങ്ങനെയാണ് ഞാൻ പൊതുവേ സജസ്റ്റ് ചെയ്യാറുള്ളത്, കുട്ടികളെ കൊണ്ട് എഴുതിക്കാറുള്ളത്. Mrs. Isabella is being referred to you for further assessment and management. She is suspected to have carcinoma. Semi, she is not suspected. Query ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോബബിൾ, ടെൻറ്റേറ്റീവ് എന്നീ വാക്കുകളൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ എന്താകുന്നത്, സസ്പെക്റ്റഡ് ടു ഹാവ് എഴുതുന്നത്. ഇവിടെ സസ്പിഷൻ ആണെന്ന് പറഞ്ഞിട്ടില്ല. പേഷ്യൻറ്റിനെ അസസ് ചെയ്തിട്ടുണ്ട് എന്താണ് മെറ്റാസ്റ്റാസിസ് ഉണ്ട് എന്നുള്ളത്, സംശയമേ ഇല്ല. പക്ഷേ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫോർമൽ ഡയഗ്നോസിസ് ആയിട്ടില്ല, അസസ്മെൻറ്റിന് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. മറന്നുപോയി. സോ ഐ എം നോട്ട് ടേക്കിംഗ് യുവർ ടൈം. നമ്മൾ എഴുതുന്നത് അസസ് ടു ഹാവ് എന്നാണ് കേട്ടോ. സോ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ വരുന്നത് എങ്ങനെയാണ്? ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്സസ് ഇസബെല്ല റാഡ്വാൻ ഹു റിക്വയർസ് ഫർദർ അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്, ഫുൾ സ്റ്റോപ്പ്. ഷീ ഈസ് അസസ് ടു ഹാവ് ട്യൂമർ സ്പ്രെഡ് ടു ലുംബാർ സ്പൈൻ എന്ന് തന്നെ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ മേളിൽ കണ്ട വാക്ക് മെറ്റാസ്റ്റാസിസ് ഓഫ് ട്യൂമർ ടു ദ ലിംബാർ സ്പൈൻ എന്നും എഴുതാം. ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? ഈസ് അസസ് ടു ഹാവ്. ഡയഗ്നോസിസ് ശരിയാണ്, അഡിനോകാർസിനോമയാണ്. അത് 6 മാസം മുമ്പാണ്. അതിനെ നമ്മൾ റേഡിയോ തെറാപ്പി, ലോക്കൽ എക്സിഷൻ വഴി മാനേജ് ചെയ്താണ്. ഇപ്പോൾ എന്തിന് പേഷ്യൻറ്റിനെ വിടുന്നു എന്നുള്ളതാണ് എപ്പോഴും ഇൻട്രൊഡക്ഷനിൽ വേണ്ടത്. അല്ല നേരത്തെയുള്ള കണ്ടീഷനൊക്കെ വെച്ച് ഇപ്പോൾ വിടുകയില്ലല്ലോ. അപ്പോൾ ഇപ്പം നമുക്ക് കണ്ടുപിടിച്ചിരിക്കുന്നത് റീസെൻറ്റ് ഡേറ്റിലെ കണ്ടീഷൻ, പേഷ്യൻറ്റിന് അന്ന് കണ്ടുപിടിച്ച ട്യൂമർ സ്പ്രെഡ് ആകുന്നു എന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പം ഞങ്ങൾ അസസ് ചെയ്തിരിക്കുന്നു ഹെർ ട്യൂമർ ഈസ് സ്പ്രെഡിങ് എന്നുള്ളതല്ല എഴുതേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ അങ്ങനെ പറയുന്നതിന്? അതോ അങ്ങനെയാണോ എഴുതേണ്ടത്? ദിലീപ് ഹാസ് കറക്റ്റഡ് ഇറ്റ്. ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ എക്സ്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ വരുമ്പോഴും എനിക്കങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റർ മിസ്സസ് ആയി പോയതാണെന്നുള്ള എക്സ്ക്യൂസസ് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ബിക്കോസ് പെർഫെക്ഷൻ വേണം കേട്ടോ. ശ്രദ്ധ ഇവിടെ കൊടുക്കുന്ന ഒരു ശ്രദ്ധ തന്നെയായിരിക്കും നമ്മൾ എക്സാമിനും കൊടുക്കുന്നത് അല്ലേ. നമ്മളൊരു കഴിഞ്ഞ 45 മിനിറ്റായിട്ട് ഈ കേസിനോട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. മിസ്സസ് റാഡ്വാൻ എന്ന് പറഞ്ഞ് പേഷ്യൻ്റ് ഫീമെയിലാണ്. അതെന്താണ് അത്രയും ശ്രദ്ധ അതിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ജെൻഡർ ചേഞ്ച് ആണ്. ജെൻഡർ ചേഞ്ച് എന്നൊരു സംഭവം നമ്മുടെ ലെറ്ററിൽ വന്നു പോയി കഴിഞ്ഞാൽ നോ വേ, ഒരു രക്ഷയും ഇല്ലാതായി പോകും കേട്ടോ. അതുകൊണ്ട് ജെൻഡർ ചേഞ്ച് വരുത്തുന്നത് എനിക്കിഷ്ടമല്ല. ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം കേട്ടോ. സോ മിസ്സസ് ആണ്, മിസ്സസ് എക്സ് എന്നിട്ടു ശ്രദ്ധ. ഞാൻ ഇത്രയും ഇത് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ തുടർന്നുള്ള കേസ് നോട്ടുകളിലും ആ ഒരു കാര്യം ശ്രദ്ധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ ആരും ജെൻഡർ ചേഞ്ച് വരുത്തുകയില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, സോ ശരിയാണ്, ദിലീപിൻ്റെ ബാക്കി ഭാഗം കറക്റ്റാണ്. പിന്നെ എന്താക്കിയിട്ടുണ്ട്, കണ്ടീഷനെയാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. പിന്നീട് ഷീ റിക്വയർസ് ഫർദർ അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അറ്റ് യുവർ ഫെസിലിറ്റി. പിന്നെ അറ്റ് യുവർ ഫെസിലിറ്റി, ബാക്ക് ടു യുവർ കെയർ എന്നുള്ള ടെംപ്ലേറ്റ്സ് ഒക്കെ ഒഴിവാക്കാം നമുക്ക്. ബിക്കോസ് ഐ ആം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ് നമ്മളൊരു റീഡറോട് പറയുകയാണ്, നിങ്ങളുടെ അടുക്കലോട്ട് ഞാൻ റെഫർ ചെയ്യുകയാണ്. ആ പേഷ്യൻറ്റിനെ ഇന്ന ആൾക്ക് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ ആളാണ് പേഷ്യൻറ്റിനെ എന്ത് ചെയ്യേണ്ടത് നോക്കേണ്ടത്. അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ നിങ്ങളുടെ ഫെസിലിറ്റിയിലാണ്, നിങ്ങളുടെ കെയറിലാണ് എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു അവോയ്ഡ് അറ്റ് യുവർ ഫെസിലിറ്റി, ബാക്ക് ടു യുവർ കെയർ എന്നുള്ളതൊക്കെ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, യെസ്. സോ Atulya's answer goes like, I am writing to refer Mrs. Isabella Radwan who has adenocarcinoma over her breast spreading to lumbar spine. She requires expertise, assessment and supportive care from your service. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യമാണ് യുവർ സർവീസ്, അറ്റ് യുവർ സർവീസ് അതൊന്നും വേണ്ട. ഓക്കെ, സോ I repeat the introduction. I am writing to refer Mrs. Isabella Radwan who requires further assessment and management. She is assessed to have tumor spread to the lumbar spine.
അല്ലെങ്കിൽ ഷീ ഈസ് അസസ്ഡ് ടു ഹാവ് മെറ്റാസ്റ്റാസിസ് ഓഫ് ട്യൂമർ ടു ദ ലുംബാർ സ്പൈൻ. ഓക്കെ, ഇനിയും ബോഡി പാരഗ്രാഫാണ്. അപ്പം ബോഡി പാരഗ്രാഫ് എഴുതുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ് എഴുതാം. നമ്മൾ ആദ്യത്തെ ഡേറ്റ് എഴുതുകയാണ്. എന്താണ് ആദ്യത്തെ ഡേറ്റ്? ഓൺ 14 May. ഓക്കെ, ഓൺ 14 May 2008 മിസ്സിസ് റാഡ്വാൻ പ്രസൻറ്റഡ് വിത്ത് എന്താണ്? കംപ്ലൈൻറ്റ് ഓഫ് എ 2-month ഹിസ്റ്ററി ഓഫ് ലംബ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദ റൈറ്റ് ബ്രസ്റ്റ്. ഓക്കെ, 2 മാസമായിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എന്താ വരുന്നത്? 2-month ഹിസ്റ്ററി ഓഫ്. ഓക്കെ, പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് കോംപ്ലിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് പറയേണ്ടത്? ഹെർ സീരീസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് റിവീൽഡ് എന്തുവായിരുന്നു? അഡിനോകാർസിനോമ എന്ന് നമ്മൾ എഴുതാം. ബിക്കോസ് നമ്മൾ അഡിനോകാർസിനോമ എന്നുള്ള വാക്ക് ഇൻട്രോയിൽ റിപ്പീറ്റ് എഴുതിയിട്ടില്ലല്ലോ, മെറ്റാസ്റ്റാസിസ് എന്നല്ല എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഡിനോകാർസിനോമ എന്ന് എഴുതാമേ. റിവീൽഡ് അഡിനോകാർസിനോമ. ദെയർഫോർ ഷീ വാസ് മാനേജ്ഡ് വിത്ത് എന്താണ് വരേണ്ടത്? ലോക്കൽ എക്സിഷൻ ആൻഡ് ഓക്സിലറി ക്ലിയറൻസ് വിത്ത് റേഡിയോതെറാപ്പി. ഓക്കെ, പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഷീ മേഡ് ഗുഡ് പ്രോഗ്രസ് എന്നും എഴുതാം. ഓക്കെ, അങ്ങനെ എഴുതി നമ്മൾ ആ പാരഗ്രാഫ് നിർത്തി. ഓക്കെ അല്ലേ? അടുത്ത പാരഗ്രാഫ് ഇപ്പോൾ ഒരു 4 സെൻറ്റൻസ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു 25 സെൻറ്റൻസുകൾ വരെ പോകാനുള്ള സാധ്യതയുണ്ട് റൈറ്റിങ്ങിൽ കേട്ടോ. ഇപ്പോൾ ഒരു 4 സെൻറ്റൻസ് ആയിട്ടുണ്ട്. അടുത്തത് Today, Mrs. Radwan returned with a sudden onset of a severe lower back pain for the last 4 nights, which is exacerbated by movement. Full stop. And her pain radiates down back to the left leg. Okay, left leg body part ആണ്, article ചേർക്കണം. And she has a weight loss of 4 kg എന്നുള്ളതും വേണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? റിട്ടേൺഡ് വിത്ത് അല്ലെങ്കിൽ റീപ്രസെൻറ്റഡ് വിത്ത് എ സഡൻ ഓൺസെറ്റ് ഓഫ് എ സിവിയർ ലോവർ ബാക്ക് പെയിൻ വിച്ച് ഈസ് എക്സാസ്പിറേറ്റഡ് ബൈ മൂവ്മെൻറ്റ്. ഓക്കെ, ദെൻ നമ്മൾ എഴുതുന്നു ഹെർ പെയിൻ റേഡിയേറ്റ്സ് ഡൗൺ ബാക്ക് ടു ദ ലെഫ്റ്റ് ലെഗ്. ഫുൾ സ്റ്റോപ്പ്. ഷീ ഹാസ് എ വെയിറ്റ് അല്ലെങ്കിൽ ഇൻ അഡീഷൻ ഷീ ഹാസ് എ വെയിറ്റ് ലോസ് ഓഫ് 4 kg. ഓൺ അസസ്മെൻറ്റ് her pain was distributed in front of the thigh, in front and inner aspect of the thigh, knee and leg, along with the sensory loss in the interior aspect of the thigh. എന്നാണ് ഇത്. ആൻഡ് റിപ്പീറ്റ് ചെയ്യുന്നിടത്ത് നമുക്ക് എന്തോ ഉപയോഗിക്കാം? എലോങ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഹെർ പെയിൻ ഡിസ്ട്രിബ്യൂട്ടഡ് in the inner aspect of the thigh, knee, leg, along with the sensory loss in the interior aspect of the thigh. She also has absence of knee jerk. ഓക്കെ, ഇതൊക്കെ എഴുതേണ്ട കംപ്ലയിൻസ് ആണ്, കോംപ്ലിക്കേഷൻസും ആണ്. ഓക്കെ അല്ലേ? അത്രയേ ഉള്ളൂ ആ പാരഗ്രാഫിൻ്റെ അകത്ത് എഴുതാനായിട്ട്. ഇനിയും പ്ലാനിലോട്ടൊന്ന് നോക്കിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഐ വിൽ ഗിവ് യു എ ക്ലാരിഫിക്കേഷൻ. ദെൻ പ്ലാൻ ബോൺ സ്കാൻ, CT സ്കാൻ ഓഫ് ചെസ്റ്റ് ആൻഡ് അബ്ഡോമിൻ ഇനിയും വേണ്ടതാണല്ലേ. 21 കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പ്രത്യേകിച്ച് ഡേറ്റ് ഒന്നുമില്ല, പേഷ്യൻറ്റിന് ഇനി വേണ്ടതാണ്. ഇതിലൂടെയൊക്കെ ആയിരിക്കാം നമുക്ക് ചിലപ്പം അസസ്മെൻറ്റ് ഡയഗ്നോസിസ് ആവുന്നത്, അതായത് ഉറപ്പിക്കുന്നത് ദാറ്റ് ഇറ്റ് ഈസ് മെറ്റാസ്റ്റാസിസ് എന്നുള്ളത് കേട്ടോ. ഇനി എന്താ? അപ്പോൾ റേഡിയോതെറാപ്പി ടു കൺട്രോൾ പെയിൻ എന്നുള്ളതും ഇനിയും വേണമായിരിക്കും എന്നുള്ളതായിരിക്കാം. അപ്പോൾ റെഫർ ടു ഓങ്കോളജിസ്റ്റ് ഫോർ അസസ്മെൻറ്റ് ആൻഡ് പാലിയേറ്റീവ് കെയർ എന്നാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ബോൺ സ്കാൻ, CT സ്കാൻ ഫോർ ചെസ്റ്റ് ആൻഡ് അബ്ഡോമിൻ എന്നുള്ളത് നമ്മൾ പറയണം. പിന്നെ റേഡിയോതെറാപ്പി ടു കൺട്രോൾ പെയിൻ എന്നുള്ളതും പറയണം. അപ്പം നമ്മുടെ റീഡർ ഒരു ജയലക്ഷ്മി ഈസ് ആസ്കിങ് ഈസ് എക്സാസ്പിറേറ്റഡ് ബൈ മൂവ്മെൻറ്റ് പറയാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും അവർക്ക് പെയിൻ ഉണ്ട്, 4 ദിവസമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഹാസ് ബീൻ എക്സാസ്പിറേറ്റഡ് ഓൾസോ ഈസ് ആൻ ഓപ്ഷൻ.
ഓക്കെ, അപ്പോൾ നമ്മളിനിയിപ്പോൾ പ്ലാനാണ് എഴുതേണ്ടത്. അപ്പോൾ പ്ലാനിലോട്ട് നമുക്ക് ബോൺ സ്കാൻ, CT സ്കാൻ ആൻഡ് റേഡിയോ തെറാപ്പി ടു കൺട്രോൾ പെയിൻ പറയേണ്ടതായിട്ടുണ്ട്. സോ പ്ലാൻ ഗോസ് ലൈക്ക് ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് പ്രൊവൈഡ് ഫർദർ, അവിടെ അസസ്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇവിടെ ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ എന്നുള്ളൊരു വാക്ക് തന്നിട്ടുണ്ടല്ലോ. ഇഫ് യു ഹാവൻറ്റ് യൂസ് ദ വേർഡ് പാലിയേറ്റീവ് കെയർ ഇൻ ദ ഇൻട്രൊഡക്ഷൻ, യു ഹാവ് ടു മെൻഷൻ ഇറ്റ് ഇൻ, എവിടെയാണ്, റെക്കമെൻഡേഷൻ. ഓക്കെ, ബട്ട് ഓൾവേസ് നമ്മുടെ കേസ് നോട്ടിൽ തന്നിരിക്കുന്നത് ഇഫ് ദർ ആർ എനി കൈൻഡ് ഓഫ് പർപ്പസ് വേർഡ്സ് വിച്ച് ഇസ് ഗിവൺ ഇൻ ദ പ്ലാൻ ഓർ ഇൻ ദ റൈറ്റിംഗ് ടാസ്ക്, ടേക്ക് ദാറ്റ് ഇൻ ടു ദ ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷനിൽ എപ്പോഴും അത് ആ വാക്ക് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ, അത് പ്ലേസ് ചെയ്യുന്നതാണ് നല്ലത്. സോ ഇവിടെ നമുക്ക് ഫർദർ ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഫോർ മിസ്സിസ് റാഡ്വാൻ എന്ന് എഴുതാം. ഇനിയും പ്ലീസ് നോട്ട് ഷീ നീഡ്സ് ബോൺ സ്കാൻ, CT സ്കാൻ ഓഫ് ചെസ്റ്റ് ആൻഡ് അബ്ഡോമിൻ എന്ന് എഴുതുന്നതിനേക്കാൾ നല്ലത് അവൾക്ക് ആവശ്യമുണ്ടെന്ന് എഴുതാം, അല്ലെങ്കിൽ പ്ലീസ് പെർഫോം എന്ന് നമുക്ക് പറയാൻ പറ്റും. പ്ലീസ് പെർഫോം എന്ന് നമുക്ക് ആ ഡോക്ടറോട് പറയാനായിട്ട് പറ്റുകയില്ല, ബിക്കോസ് ദ ലെറ്റർ ഈസ് റിട്ടൺ ബൈ എ നേഴ്സ് ആൻഡ് ഇഫ് ദ റീഡർ ഈസ് എ ഡോക്ടർ, ഡയറക്റ്റായിട്ട് ഒരു നഴ്സിന് ഡോക്ടറെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ പറ്റുകയില്ലല്ലോ. നമ്മുടെ ടോണിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ഡോക്ടറിനോട് പേഷ്യൻറ്റിന് ഇന്ന കാര്യം ചെയ്ത് കൊടുക്കൂ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു റിമൈൻഡർ പോലെ പറയുന്നതായിരിക്കാം കേട്ടോ. സോ കൈൻഡ്ലി കൺസിഡർ ദ നീഡ് ഓഫ് ബോൺ സ്കാൻ, CT സ്കാൻ ഓഫ് ചെസ്റ്റ് ആൻഡ് അബ്ഡോമൻ എലോങ് വിത്ത് റേഡിയോ തെറാപ്പി ടു കൺട്രോൾ ഹെർ പെയിൻ എന്ന് എഴുതിയാൽ നല്ലതാണ്. ഹോപ്പ് യു ഗോട്ട് ദാറ്റ് കൺസ്ട്രക്ഷൻ. എന്തായിരുന്നു? കൈൻഡ്ലി കൺസിഡർ ദ നീഡ് ഓഫ് ബോൺ സ്കാൻ, CT സ്കാൻ ഓഫ് ബോൺ ആൻഡ് CT സ്കാൻ അല്ലേ, അങ്ങനെ എഴുതിയാൽ പോരെ. ബോൺ ആൻഡ് CT സ്കാൻ ഓഫ് ചെസ്റ്റ് ആൻഡ് അബ്ഡോമൻ എലോങ് വിത്ത് റേഡിയോ തെറാപ്പി ടു കൺട്രോൾ പെയിൻ. സോ ദിസ് ഈസ് ഹൗ ദ ലെറ്റർ ഗോസ് ലൈക്ക്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഒരുപാട് ഡേറ്റുള്ള ലെറ്ററിനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അബൌട്ട് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്, അടുപ്പിച്ചടുപ്പിച്ച് വന്ന ഡേറ്റുകൾ ഏതാണ്, പിന്നെ ഇപ്പോഴത്തെ എങ്ങനെ. ഇനിയിപ്പോൾ അത് 4 ഡേറ്റും അടുപ്പിച്ചടുപ്പിച്ചാണെങ്കിലും ഇത് തന്നെയാണ്, ക്രോണോളജിക്കലായിട്ട് തന്നെയാണ് ലെറ്ററിനെ അറേഞ്ച് ചെയ്യേണ്ടത്. ആദ്യത്തെ 2 or 3 ഡേറ്റ് ഒരുമിച്ച് പറഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഡേറ്റിലെ കാര്യം ഒരു പാരഗ്രാഫായിട്ട് നിർത്തി വേണം. ലെറ്റർ വിത്ത് മെനി ഡേറ്റ്സ് ഹാവ് ടു ബി അറേഞ്ച്ഡ്. ഓക്കെ, ഹോപ്പ് യു ഗോട്ട് ആൻ ഐഡിയ. പിന്നെ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ബിക്കോസ് മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് മേക്ക് ആൻ എറർ വിത്ത് യുവർ ഇൻട്രൊഡക്ഷൻ കേട്ടോ. ഓക്കെ, സോ ലെറ്റർ എഴുതി സ്ക്രീനിൽ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എവറിത്തിങ് വിച്ച് ഈസ് റിക്വയർഡ് ഫോർ ദ ഡേ ലെറ്റർ വിത്ത് ഫുൾ എക്സ്പ്ലനേഷൻ ഏത് പാരഗ്രാഫിലാണെന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. സോ ജിൻസി, പ്ലീസ് റൈറ്റ് എ ലെറ്റർ ഓഫ് യുവർ ഓൺ based on the information which we have shared now. കേട്ടോ, എഴുതി പ്രാക്ടീസ്ഡ് ആകണമല്ലോ. Okay, so we are about to have our time up. So hope that you don't have yes, സോഷ്യൽ ഹിസ്റ്ററി വേണ്ടതെന്ന് സിജി ചോദിച്ചിട്ടുണ്ട്. സോഷ്യൽ ഹിസ്റ്ററി വേണമല്ലോ, നമുക്ക് ലാസ്റ്റ് പാരഗ്രാഫായിട്ട് എഴുതാമല്ലോ. സോഷ്യൽ ഹിസ്റ്ററിയിലോട്ട് എന്തോ എഴുതാം, നമ്മൾ ഓൾറെഡി ഡിസ്കഷൻ കഴിഞ്ഞായിരുന്നു. മിസ്സിസ് റാഡ്വാൻ ലിവ്സ് വിത്ത് ഹർ ഹസ്ബൻഡ് ആൻഡ് 2 children. പിന്നെന്തായിരുന്നു നമ്മൾ എഴുതിയത്? She smokes and consumes alcohol occasionally. പിന്നെ എന്താണ് എഴുതേണ്ടത്? ഷീ ഹാസ് നോ ഫാമിലി ഹിസ്റ്ററി ഓഫ് ബ്രസ്റ്റ് ഡിസീസ് എന്ന് വേണമെങ്കിൽ എഴുതാം. നോ എന്നുള്ളതായതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ആയിട്ട് ട്യൂബൽ ലിഗേഷൻ, ഷീ ഹാഡ് എ ട്യൂബൽ ലിഗേഷൻ 9 years ago എന്നും എഴുതാം. പിന്നെ മെനാഷയുടെ ഡീറ്റെയിൽസ് ഒന്നും എഴുതേണ്ടതായിട്ട് ഇല്ല. ഓക്കെ, സോ ദർ ആർ നോ അതർ തിങ്സ് വിച്ച് ഇല്ല, അത്രേ ഉള്ളൂ സോഷ്യൽ എഴുതാനായിട്ട്. ചെറിയൊരു സോഷ്യലാണ്. പിന്നെ അൺനോൺ കേസ് ലെറ്ററാണ്, അതിന് സോഷ്യൽ വേണമെന്ന് നിർബന്ധങ്ങളൊന്നുമില്ല. ഇപ്പം നമുക്ക് പ്രത്യേകിച്ചൊന്നും അതിൻ്റെ അകത്ത് റീഡറിനെ അറിയിക്കാനായിട്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. സോഷ്യൽ എഴുതിയിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ ലെറ്റർ നോണൊന്നും ആയി പോവുകയല്ല. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഡൗട്ടും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. Okay. Hope you don't have further doubts and try to arrange the letter like this. Okay, നമ്മൾ ഗ്രാമറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് ആ ഭാഗം ഒരു പ്രശ്നമായിട്ട് നിൽക്കാറില്ല. പലർക്കും ഓർഗനൈസേഷൻ എങ്ങനെ അറേഞ്ച് ചെയ്തെടുക്കണമെന്നുള്ളൊരു ഡൗട്ടുണ്ട്. ഇതിനെ എങ്ങനെ ഒരു ലെറ്റർ ആക്കും എന്നുള്ളത്. അതിന് 2 അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യമാണ് നമ്മൾ ഇന്നത്തെ ലെറ്ററിലൂടെ ഹൈലൈറ്റ് ചെയ്തത്. ഇന്ന് ഒരുപാട് ഡേറ്റ് ഉള്ള ഒരു ലെറ്റർ ആയതുകൊണ്ട് തന്നെ എന്തായിരുന്നു,
chronological organizationലാണ് ലെറ്റർ പോയത്. Many other things which we have to be careful inside the letter also was discussed during the session. Okay. So thank you everyone for being a part of our live session, and thank you for spending your time with me. And we'll meet you again on next Monday with either a tip class or with another case note. Okay. So thank you everyone. Thank you. Thank you all for your constant support and love. Thank you.